അബാക്കസ് ക്ലാസ് എടുക്കുന്നതായിട്ട് കേട്ടു. എനിക്ക് അബാക്കസിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരാമോ? തീർച്ചയായിട്ടും. അബാക്കസ് എന്ന് പറയുന്നത് ബേസിക് മാത്സ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് സ്പീഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായി പറ്റുന്ന ഒരു മാർഗമാണ് അബാക്കസ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്കിപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നില്ലേ പെട്ടെന്ന് സ്പീഡിൽ, അതുപോലെ തന്നെ നമ്മൾ ടൂൾ യൂസ് ചെയ്ത് അതിനകത്ത് ബീറ്റ്സ് ഉണ്ട്, ആ ബീറ്റ്സിലൂടെ നമ്മൾ വന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ പെട്ടെന്ന് സ്പീഡിൽ നമ്മൾ ചെയ്യാനായിട്ടുള്ള മാർഗമാണ് അബാക്കസ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അപ്പോൾ ചോദിക്കുമായിരിക്കും, മാത്സ് നമ്മൾ സ്കൂളിൽ വന്ന് ടൂൾ കൊണ്ടുപോകുന്നില്ലല്ലോ, മാത്സ് ക്ലാസ്സിൽ ടൂൾ കൊണ്ടുപോകുന്നില്ലല്ലോ, അപ്പോൾ എങ്ങനെ നമ്മളിത് നമുക്ക് യൂസ് ആവും? അപ്പോൾ അതിനകത്ത് നമുക്കുള്ള മാർഗമാണ് മൈൻഡ് പ്രാക്ടീസ് എന്നൊരു സിസ്റ്റം അതിനകത്തുണ്ട്. മൈൻഡ് കാൽക്കുലേഷൻ നമ്മൾ ഈ ടൂൾ തന്നെ വിഷ്വലൈസ് മൈൻഡിൽ വന്ന് ആ ടൂൾസിൻ്റെ ബീറ്റ്സും എല്ലാം വിഷ്വലൈസ് വെച്ച് അതിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ മൈൻഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് 2-3 ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം മൈൻഡ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ ബ്രെയിനിന് നല്ല രീതിയിൽ ആക്റ്റീവ് ആകും. നമ്മൾ ബോഡിക്ക് എക്സസൈസ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ മൈൻഡിന് എക്സസൈസ് ചെയ്യുന്നുണ്ട്. മൈൻഡിൽ എക്സസൈസ് ആകുമ്പോൾ എന്താകും? ബ്രെയിൻ ആക്റ്റീവ് ആകും. ഓക്കെ, ബ്രെയിൻ ആക്റ്റീവ് ആയി നമുക്ക് എന്തൊക്കെയാണ് യൂസ് ആകുന്നത്? നമുക്ക് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആകും, ലിസണിങ് പവർ എബിലിറ്റി കിട്ടും, പിന്നെ അതേപോലെ തന്നെ നമുക്ക് മെമ്മറി പവറും കൂടും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് വന്ന് അബാക്കസിലൂടെ നമുക്ക് പിള്ളേർക്ക് പെട്ടെന്ന് വന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സ്കൂളിലായാലും കുറേ പേർക്ക് വന്ന് സ്റ്റുഡൻസിലെ മാത്സ് എന്നൊരു സബ്ജക്റ്റ് വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ വന്ന് നമുക്ക് അബാക്കസ് എന്നൊരു കോഴ്സ് വന്ന് പഠിക്കുവാണെങ്കിൽ മാത്സ് വളരെ എളുപ്പമായിരിക്കും. പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ആവും. മാത്സ് എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പത്തിൽ അവർ ചെയ്യാനും ഈസി ആയിട്ട് അവർ പിക്കപ്പ് ചെയ്ത് പോകാനും ഒരു നല്ല ഒരു സിസ്റ്റമാണ് അബാക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും അറിയാനായിട്ടുണ്ടോ? ഇല്ല മാം, എല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ എൻ്റെ മകനെ ചേർക്കാം. ഓക്കെ, താങ്ക് യു.